കാശ്മീർ അതിർത്തിയിൽ ഭീകരാക്രമണവും വലിയ പ്രശ്നങ്ങളും നടക്കുമ്പോൾ കോൺഗ്രസിനുള്ളിലും വീണ്ടും പൊട്ടിത്തെറിക്കുള്ള ബോംബിട്ട് ശശി തരൂർ രംഗത്ത്. KPCC അധ്യക്ഷനെ ചൊല്ലിയുള്ള ദിവസങ്ങൾ നീണ്ടുനിന്ന ചർച്ചയ്ക്കും തമ്മിൽ തല്ലിനും പരസ്യാക്ഷേപങ്ങൾക്കും അറുതി വരുത്തി സണ്ണി ജോസഫിനെ കസേരയിലിരുത്താനുള്ള അനുവാദം സുധാകരനെ അനുനയിപ്പിച്ച് നേടി ഒരുവിധം രാഹുൽ ഗാന്ധി ദീർഘനിശ്വാസമെടുത്തപ്പോഴാണ് ശശി തരൂർ മോദിയെ പ്രകീർത്തിച്ച് പിന്നെയും രംഗത്തെത്തിയിരിക്കുന്നത്. തീരുമ്പോൾ പണി തരാൻ ഞാനെന്താ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമാണോ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. എങ്ങനെയെങ്കിലും ഒരു വിധത്തിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഒതുക്കി തീർത്ത് കൊണ്ടുവരുമ്പോൾ അടുത്ത പ്രശ്നത്തിന് തിരികൊളുത്തുമാരെങ്കിലും. പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ശശി തരൂർ രംഗത്ത് വന്നതാണ് ആദ്യം കോൺഗ്രസിനെ ചുടിപ്പിച്ച വിഷയം. പിണറായി സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്നും വികസന വിരുദ്ധതയാണ് കാഴ്ചവെക്കുന്നതെന്നും ഘോരം പ്രസംഗിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ തലയിലേക്ക് ഇടുത്തി പോലെയാണ് ശശി തരൂരിന്റെ പിണറായിയുടെ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയുള്ള ലേഖനമെത്തിയത്. അതിന്റെ കൊട്ടും കുരവയും ഒന്ന് അവസാനിപ്പിച്ചപ്പോൾ പിന്നെ മോദിയെ പ്രകീർത്തിച്ചുകൊണ്ട് ശശി തരൂർ രംഗത്തെത്തി. പിന്നെയും പിണറായി സ്തുതിപാടി രംഗത്തെത്തി. പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ സുരക്ഷാ വീഴ്ച മുൻനിർത്തി മോദി സർക്കാരിനെ പ്രതികൂട്ടിൽ നിർത്തിയപ്പോൾ അതിന് യോജിച്ച സമയം ഇതല്ല എന്നും കോൺഗ്രസ് പ്രവർത്തകർ കുറച്ചുകൂടി പക്വതയോടെയും ബോധത്തോടെയും കാര്യങ്ങളെ സമീപിക്കണമെന്നും പറഞ്ഞ് ശശി തരൂർ വീണ്ടും ശക്തമായി പ്രതികരിച്ചു. അടുത്ത പ്രശ്നം വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ് ആയിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഒഴിവാക്കിയെന്നും പിന്നീട് ക്ഷണിച്ചത് ശരിയായില്ല എന്നുമുള്ള ആരോപണങ്ങളും ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞിനെ പിണറായി സർക്കാർ ഏറ്റെടുത്ത് പിതൃത്വം നൽകിയെന്നുള്ള ശക്തമായ ആക്ഷേപങ്ങളും നിലനിൽക്കുന്നതിനിടയിലാണ് വിഴിഞ്ഞം പദ്ധതി പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ വികസന പ്രവർത്തനത്തിന്റെ ഉദാഹരണമാണെന്നും 21ാം നൂറ്റാണ്ടിലെ മികച്ച സിനിമ കാണുന്ന അനുഭവമാണ് അവിടെ ചെന്നപ്പോൾ ഉണ്ടായതെന്നും തനിക്കത് കണ്ട് രോമാഞ്ചമുണ്ടായി എന്നും പറഞ്ഞ് ശശി തരൂർ പിന്നെയും രംഗത്ത് വന്നത്. കോൺഗ്രസുകാർക്കാണെങ്കിൽ ശശി തരൂരിനെ ഒന്നും പറയാനും കഴിയില്ല. പറഞ്ഞാൽ ആ നിമിഷം ഇറങ്ങി പോകാനും ശശി തരൂർ തയ്യാറാണ്. അത് മുന്നേ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതുമാണ്. ശശി തരൂരിനെ പോലെ പ്രബലനായ ഒരു നേതാവ് കോൺഗ്രസ് വിട്ടാൽ അത് കോൺഗ്രസിനേറ്റ ഏറ്റവും വലിയ ഇരുട്ടടിയായി ഈ സാഹചര്യത്തിൽ മാറുകയും ചെയ്യും. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് സർക്കാർ നൽകിയ പേര് മികച്ച തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് തരൂർ രംഗത്ത് വന്നിരിക്കുന്നത്. പാക് ഭീകര കേന്ദ്രങ്ങൾക്കെതിരായ ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് ഏറ്റവും ശക്തമായ തീരുമാനമാണെന്ന് കോൺഗ്രസ് MP ശശി തരൂർ പറഞ്ഞു. സിന്ദൂരത്തിന്റെ നിറത്തിന് രക്തത്തിന്റെ നിറത്തിൽ നിന്നും വലിയ വ്യത്യാസമില്ലെന്ന് യാതൊരു സംശയവും ഇല്ലാതെ പറയാൻ സാധിക്കുമെന്നും ശശി തരൂർ പറഞ്ഞു. സൗദി അറേബ്യൻ മാധ്യമമായ അൽ അറേബ്യയോടായിരുന്നു തരൂരിന്റെ പ്രതികരണം. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ നീക്കത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരെന്ന അവതാരകന്റെ ചോദ്യത്തോടെയായിരുന്നു തരൂരിന്റെ മറുപടി. പഹൽഗാം ആക്രമണത്തിന് ശേഷം സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഹണിമൂണിനായി കാശ്മീരിലെത്തിയ നവവധു കൊല്ലപ്പെട്ട ഭർത്താവിന്റെ മൃതദേഹത്തിനരികെ ഇരിക്കുന്നതാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ തീവ്രവാദികൾ അവരുടെ നെറ്റിയിലെ സിന്ദൂരമാണ് മായ്ച്ചു കളഞ്ഞത്. എന്താണ് സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് പാക് ഭീകര കേന്ദ്രങ്ങൾക്കെതിരായ സൈന്യത്തിന്റെ നടപടിയെന്നും ജനങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഏറ്റവും ഉചിതവും ശക്തവും വൈകാരികവുമായ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. സിന്ദൂരത്തിന്റെ നിറത്തിന് രക്തത്തിന്റെ നിറത്തിൽ നിന്നും വലിയ വ്യത്യാസമില്ലെന്ന സംശയത്തിനിടയില്ലാതെ പറയാമെന്നാണ് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് എന്നും ശശി തരൂർ പറഞ്ഞു. ആരുടെ നിർദ്ദേശമായാലും ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് അത്യുജ്വലമാണെന്നും തരൂർ കൂട്ടിച്ചേർത്തു. സൈനിക നടപടിയെ സ്വാഗതം ചെയ്ത് തരൂർ നേരത്തെ രംഗത്ത് വന്നിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കേന്ദ്രം നൽകിയത് തക്കതായ തിരിച്ചടിയാണെന്നും രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുമായിരുന്നു ശശി തരൂർ പറഞ്ഞത്. ഹിറ്റ് ഹാർഡ് ഹിറ്റ് സ്മാർട്ടിന്റെ ആവശ്യമുണ്ടായിരുന്നു. ആക്രമിച്ചത് ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണെന്നും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ അഭിമാനിക്കുന്നുവെന്നും തരൂർ പറഞ്ഞിരുന്നു. ദീർഘമായ ഒരു യുദ്ധം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാണെന്നും തരൂർ കൂട്ടിച്ചേർത്തു. ദേശീയ ഐക്യം ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. സൈനിക നടപടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചത് സ്ത്രീകൾ തന്നെയാണ് എന്നത് അഭിമാനകരമാണെന്നും തരൂർ പറഞ്ഞിരുന്നു. പറഞ്ഞത് കാര്യമാണെങ്കിലും കോൺഗ്രസുകാർക്ക് ഉറപ്പായും ഹാലിടണം.